എല്ലാവർക്കും നമസ്കാരം. പ്ലെയിനിങ് പ്രാക്ടീസിന് ശേഷം പ്ലെയിനിങ് പ്രാക്ടീസിൻ്റെ വർക്ക് പീസ് എങ്ങനെ ഡ്രോയിങ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു. അതായത് പേപ്പറിൻ്റെ സെൻറ്ററിൽ നിന്നും കുറച്ച് താഴെയായി ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു. അതിലൊരു 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആ ലൈനിൽ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും 90 ഡിഗ്രി, 30 ഡിഗ്രി, 30 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനുകൾ യോജിപ്പിക്കുന്നു. ഡ്രോയിങ്ങിന് വേണ്ടി ഫുൾ ലെങ്ത്ത് നമുക്ക് ഈ പേജിൽ വരയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 1:2, അതായത് ടോട്ടൽ ലെങ്ത്തിൻ്റെ ഹാഫാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ലെങ്ത്ത് 240, വിഡ്ത്ത് 45, തിക്നെസ് 30. 240യെ 120യിലേക്ക് മാറ്റുന്നു. 45നെ ഞാനിവിടെ 22 ആണ് എടുക്കുന്നത്. 30യെ 15 ആയിട്ട് എടുക്കുന്നു. അതായത് എല്ലാ മെഷർമെൻറ്റിൻ്റെയും ഹാഫ് ആയിട്ടാണ് ഞാനിവിടെ ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നത്. വർക്ക് പീസിൻ്റെ ലെങ്ത്ത് വരുന്നത് 120 ആണ്, വിഡ്ത്ത് 22, തിക്നെസ് 15. ഇപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു, 120 മാർക്ക് ചെയ്യുന്നു. അതേപോലെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു, 22. ഇനി 22ൽ നിന്നും 120യിൽ നിന്നും നേരെ മുകളിലോട്ട് ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ബേസ് ലൈനിൽ സ്കെയിൽ വെച്ചതിന് ശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നേരെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ തിക്നെസ് 15 ആണ്. ഇനി തിക്നെസ് ഈ വെർട്ടിക്കൽ ലൈനിൽ മാർക്ക് ചെയ്യുന്നു, 15 മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ 3 പോയിന്റുകളും യോജിപ്പിക്കുന്നു. അതിനുശേഷം കോമ്പസ് ഉപയോഗിച്ച് 120 mm സെറ്റ് ചെയ്യുന്നു. ഈ കാണുന്ന ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 22 mm സെറ്റ് ചെയ്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് മാർക്ക് ചെയ്യുന്നു. ആർക്ക് കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്നും മറ്റു ഭാഗത്തേക്ക് ലൈൻ വരയ്ക്കുന്നു. ഇനി ബേസ് ലൈൻ നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നു. ഇനി നമ്മൾ ഡയമെൻഷൻ ചെയ്യാനാണ് പോകുന്നത്. ഡയമെൻഷൻ ചെയ്യാൻ 30 mm, അതായത് 1.3 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ വരയ്ക്കുന്നു. അതിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഡയമെൻഷൻ ചെയ്യാൻ നമ്മൾ 13 mm പ്രൊജക്ഷൻ വരയ്ക്കുന്നു. അതിൽ നമ്മൾ 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം യോജിപ്പിക്കുന്നു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരോ ഹെഡ് മാർക്ക് ചെയ്യുന്നതാണ്. ആരോ ഹെഡ് മാർക്ക് ചെയ്യുന്നത് 1:3 എന്ന പ്രൊപ്പോർഷനിലാണ്. അതായത് ആരോ ഹെഡിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1 സെൻറ്റിമീറ്റർ. ഇനി അഥവാ 3 മില്ലിമീറ്റർ ലെങ്ത്ത് ആണെങ്കിൽ 1 മില്ലിമീറ്റർ വിഡ്ത്ത് വരും. ഈ ഡ്രോയിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ എക്സ്പെരിമെൻറ്റ് നമ്പർ 1, റൈറ്റ് സൈഡിൽ കമൻസ്ഡ് ഓൺ, അത് നിങ്ങൾ എന്നാണ് ചെയ്ത ആ ഡേറ്റ്, അതിൻ്റെ താഴെ ഫിനിഷ്ഡ് ഓൺ ആ ഡേറ്റ് കൊടുക്കുന്നു. അതിൻ്റെ താഴെ പ്ലെയിനിങ് പ്രാക്ടീസ് ഒരു അണ്ടർലൈൻ കൊടുക്കുന്നു. ആരോ ഹെഡ് മാർക്ക് ചെയ്തതിന് ശേഷം ഡയമെൻഷൻ കൊടുക്കുന്നു. ലെങ്ത്ത് 240, വിഡ്ത്ത് 45, തിക്നെസ് 30. അതിനുശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ആൾ ഡൈമെൻഷൻസ് ആർ ഇൻ mm, അതിൻ്റെ താഴെ സ്കെയിൽ 1:2